ടെക്നോ പാർക്കും ഡിജിറ്റൽ സിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസമായി കാട്ടുപോത്ത് ഇറങ്ങിയതിനെ തുടർന്ന് ജനവാസ മേഖലയിലെ ജനങ്ങളും ഇതുപോലുള്ള നമ്മുടെ അഭിമാന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ആശങ്കയുണ്ടായ പശ്ചാത്തലത്തിലാണ് കാട്ടുപോത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിച്ചതെന്ന് വിലയിരുത്താനും കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ധാരണയിൽ എത്തിച്ചേരാനും ഇപ്രകാരം ഒരു ആലോചനാ യോഗം ഇവിടെ നടന്നത്. സ്ഥലം MLA-യും ബഹുമാനപ്പെട്ട മന്ത്രിയുമായ അനിൽ അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അയൽവക്കത്തെ MLA ആയ കടകംപള്ളി സുരേന്ദ്രൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു നേരത്തെ നിശ്ചയിച്ചൊരു പരിപാടി വിട്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹവുമായി ഞാൻ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിതിനെ രണ്ടായിട്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്, ജനങ്ങൾക്കുള്ള പ്രയാസം പരിഹരിക്കുന്നതിന് കാട്ടുപോത്തിനെ എത്രയും വേഗം പിടികൂടുകയോ കാട്ടിലേക്ക് അയക്കുകയോ ചെയ്യുന്ന സംരക്ഷണ പ്രവർത്തനം, അത് നല്ല നിലയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആവശ്യമാണെങ്കിൽ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണ്ടിവരുന്ന ഘട്ടത്തിൽ സഹായിക്കാൻ വെറ്റിനറി ഡോക്ടർമാരുടെ ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ സഹായത്തോടു കൂടിയാണ് ഈ ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നത്. ഇത് ഞങ്ങൾ ആലോചിച്ചത് ഇതിൻ്റെ ഉറവിടം കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇന്നലകളിൽ ആ കാട്ടുപോത്തിനെ കണ്ടെത്തിയ സ്ഥലങ്ങൾ സംബന്ധിച്ച് ബന്ധപ്പെടുത്തി ഒരു റൂട്ട് മാപ്പ് തയ്യാറാക്കണം. ആ റൂട്ട് മാപ്പ് തയ്യാറാക്കിയാൽ അത് വന്ന വഴിയും പോയ വഴിയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട എൻട്രി പോയിൻ്റ് എവിടെയാണ്, ആ പോയിന്റിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നിർക്കുക എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം. ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം അതാണ്. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ അഭിമാന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലെ പ്രശസ്തി, അവിടെ അന്തരീക്ഷം അസ്വസ്ഥമാണ് എന്നൊരു മെസ്സേജ് ഉണ്ടാകുന്നത് നമുക്ക് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഈ പാർക്കുമായി ബന്ധപ്പെട്ട അധികൃതരും വനം വകുപ്പും ആലോചിച്ച് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും മറ്റു സ്ഥലത്ത് ഏർലി വാർണിംഗ് സിസ്റ്റത്തിലൂടെ സാന്നിധ്യം ഇവിടുത്തെ ആളുകളെ അറിയിക്കാനുമുള്ള ഒരു മെക്കാനിസത്തെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും ശാസ്ത്രീയവും ഫലപ്രദവുമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തന്നെ നടക്കും. കാട്ടുപോത്തിന് ഇന്ന് തന്നെ പിടികൂടാനോ അല്ലെങ്കിൽ കാട്ടിലേക്ക് അയക്കാനോ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ. എല്ലാവരും ഫീൽഡിലാണുള്ളത്. ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പോൾ ഈ ഞങ്ങളിവിടെ വന്നുകൊണ്ട് മാത്രമാണ് DFO നമ്മളായി സംസാരിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വന്നത്. കാരണം അവരെല്ലാം ഫീൽഡിലുള്ള ആരെയും വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് അവിടെ പ്രവർത്തനം സമീപിച്ചല്ല നമ്മൾ ചെയ്യേണ്ടത്. ഏതായാലും ഈ ടെക്നോ സിറ്റിയുടെ പേരുദോഷം ഇല്ലാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ജനങ്ങൾക്ക് ഭയരഹിതമായി ജീവിക്കാൻ ആവശ്യമായ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ധാരണയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നല്ലതേ വരൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, ഇപ്പം കാട്ടുപോത്ത് ക്യാമ്പസിന് പുറത്ത് ഏതാണ്ട് മാണിക്കൽ പഞ്ചായത്ത് പാലോടിൻ്റെ അടുത്ത് എത്താറായി. പാലോട് ഫോറസ്റ്റിലേക്ക് ഇനി 12 കിലോമീറ്റർ ദൂരമുള്ള അത്തരത്തിൽ. അപ്പോൾ ഇവിടെ വന്നത് തെറ്റിപ്പോയി എന്ന് ധാരണയോടുകൂടി സ്വയം തിരിച്ചു പോകാൻ കാട്ടുപോത്ത് തന്നെ തീരുമാനമെടുത്തതായിട്ടാണ് അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ടാൽ തോന്നുക. അപ്പോൾ ജനങ്ങളുമായിട്ട് സഹകരിക്കുന്ന വന്യമൃഗങ്ങളുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ വളരെ കാട്ടുപോത്ത് സാധാരണ നിലയിൽ മനുഷ്യരെ ആക്രമിച്ച് അപായപ്പെടുത്തുന്ന സ്വഭാവമുള്ളൊരു വന്യജീവിയല്ല. എന്നാൽ അതിനെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ തിരിച്ച് പ്രത്യാക്രമണം ഉണ്ടാകുന്നില്ല. അത് നേരിട്ട് ആക്രമിച്ച് ജനങ്ങളെ ഭീതിപ്പെടുന്ന സ്വഭാവം. പക്ഷേ അതൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്കത് ആശ്വസിക്കാൻ കഴിയില്ല. ജനങ്ങൾക്ക് അത്തരം ഒരു വന്യമൃഗത്തിൻ്റെ സാന്നിധ്യം ഭീതി ഉണ്ടാക്കുന്നതാണ്. ഇന്ന് രാത്രിയോടുകൂടി ആ ഭീതി അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. വന്യജീവികളല്ലേ, അവരെ മനസ്സെന്താണെന്ന് നമുക്കറിയില്ല. അല്ല, വെടിവെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. വെടിവെക്കുക എന്നത് ഏറ്റവും അവസാനത്തെ ആയുധമാണ്. അങ്ങനെയാണെങ്കിൽ അത്ര എളുപ്പം ഒരു വന്യമൃഗത്തെ കണ്ടപ്പോൾ തന്നെ വെടിവെക്കുക.
ആ ഒരു നിലപാട് വനംവകുപ്പിനില്ല. അങ്ങനെ ഒരു നിലപാട് വനംവകുപ്പിന് പ്രതീക്ഷിക്കാനും പാടില്ല. വെടിവെച്ച് പിടികൂടുക എന്നതും കൊല്ലുക എന്നതും ഏറ്റവും ഒടുവിലത്തെ പരിഹാര മാർഗമാണ്. അത് ആദ്യത്തെ പരിഹാര മാർഗമല്ല.